ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സോയ ചങ്ക്സിനെ വളരെ ടേസ്റ്റോടുകൂടി കഴിക്കാത്തവർ പോലും കഴിച്ചു പോകുന്ന ആ ഒരു ടേസ്റ്റോടുകൂടി നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറച്ച് നമ്മുടെ അടുക്കളയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് മാത്രം, ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാതെ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ എത്ര കഴിക്കാത്തവരും വളരെ ടേസ്റ്റോടുകൂടി ഇത് കഴിക്കും. അപ്പം നമുക്കിതിൻ്റെ നേരെ വീഡിയോയിലോട്ട് പോകാം, ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് തിളയ്ക്കാൻ വെക്കണേ. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന സോയ എന്ന് പറയുന്നത് ചെറിയ സോയ കേട്ടോ. നമ്മൾ വലിയ സോയ ആണെങ്കിൽ നമ്മളിത് തിളപ്പിച്ചിട്ട് ഇത് പിഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെക്കണം. എനിക്കിതിപ്പോൾ അരിഞ്ഞെടുക്കേണ്ട ആവശ്യം, നമ്മുടെ കടലയുടെ അത്രയുള്ള ചെറിയ സോയാബീനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പം നമുക്കിതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് സവാള കൊത്തി അരിഞ്ഞത്, നമ്മുടെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കാവേ. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ സോയ ഇട്ട് കൊടുക്കുവാണ്. സോയാബീൻ ഇടുമ്പോൾ നമുക്കൊരു ശകലം ഉപ്പൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെന്ന് വെച്ചാൽ, വലിയ സോയാബീൻ ആണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ തിളപ്പിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി പിഴിഞ്ഞ് വാരിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റണം കേട്ടോ. ഇതിപ്പോൾ തീരെ ചെറിയ സോയ ആയതുകൊണ്ട് ഞാനിവിടെ അരിയുന്നില്ല. നല്ലതുപോലെ നമുക്കിത് തിളയ്ക്കണേ. തിളച്ചിട്ട് ഇത് ഒരു തിള വരുമ്പോഴത്തേനെ ഇത് വേവും കേട്ടോ. ഇത് തീരെ ചെറുതാണ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് വെന്ത ഒരു പരുവം കാണിച്ചു തരാവേ. പിന്നെ നമുക്കിത് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി പിഴിഞ്ഞ് വാരി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ തന്നെ ആ ചെറിയ ചൂടോടുകൂടി തന്നെ പിഴിഞ്ഞ് വാരാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ നമ്മൾ ഉപ്പ് ഇട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ അന്നേരം ഇടണമെന്നില്ല കേട്ടോ. നമുക്ക് അന്നേരം ഒരു ശകലം പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് അന്നേരം ഒന്ന് ഇട്ടത്. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാൻ കണ്ടോ. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് പിഴിഞ്ഞ് വാരി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഇച്ചിരി തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് പിഴിഞ്ഞ് വാരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തണുത്ത വെള്ളം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ പച്ചവെള്ളമാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാം. നമ്മളൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണേ. കടുകും നമ്മുടെ വറ്റൽമുളകും കൂടെ ഇട്ട് അതൊന്ന് പൊട്ടിച്ച്, കറിവേപ്പില ഉണ്ടെങ്കിൽ അന്നേരം ഇടാം കേട്ടോ. പൊട്ടിച്ച് കടുക് വറുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ചെയ്ത് കാണിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ സവാളയും എല്ലാത്തിൻ്റെ അളവ് കുറവ് കേട്ടോ. അതാണ് സവാളയും നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒരു സ്വല്പം ഉപ്പൂടിട്ട് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാവേ. ഇപ്പം നമ്മുടെ സോയാബീൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മുടെ സവാളയുടെയും തക്കാളിയുടെയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിൻ്റെ എല്ലാ അളവ് കൂട്ടണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ചെടുത്തുകൊണ്ടാണ് ഈ കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകൾ നിങ്ങളുടെ സോയാബീൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എന്താണ്, ഞാൻ എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് ഒരു ശകലം ഉപ്പൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ. വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കടക്കുന്നുള്ളൂ. ഇതിപ്പോൾ സോയാബീൻ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ നമ്മൾ ഈ രീതിയിലൊന്ന് ചെയ്ത്, ചെറിയ രീതിയിലൊന്ന് ചെയ്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല, എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാനിത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരു ശകലം ഞാനും കഴിച്ചിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാവേ. വാട്ടിയെടുത്തിട്ട് പിന്നെ വേണം നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം ചേർക്കാൻ. ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടട്ടെ. നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാവേ. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു മണം, ഒരു പച്ചമണം മാറുമ്പം നമുക്ക് അടുത്ത പൊടികൾ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാവേ. അപ്പം നമുക്ക് സോയാബീന് വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല, മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഓരോ പാക്കറ്റിന് ഓരോ കമ്പനിയുടെ റേറ്റ് മാറുന്നതേ ഉള്ളൂ, അല്ലാതെ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയപ്പം കുറച്ച് ഒരു കവർ വാങ്ങി വെച്ചിരുന്നതായിരുന്നു മക്കൾക്ക് വേണ്ടി. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണായിരുന്നു. ഇതിപ്പോൾ വലിയ സ്പൂണിന് 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിട വരെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാലയും കുരുമുളക് പൊടിയും. ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ പ്രത്യേകം പെരുംജീരകപ്പൊടി ഇടുന്നവരുണ്ട്. പക്ഷേ ഞാനിവിടെ എടുത്തേക്കുന്ന ഗരം മസാലയ്ക്കകത്ത് പെരുംജീരകം കൂടി മിക്സ് ചെയ്ത് അരച്ചിട്ടുള്ളതാണ്, പൊടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വേറെ പെരുംജീരകം ചേർക്കാത്തത് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ മസാലക്കൂട്ടിനകത്ത് പെരുംജീരകം തോനെയുണ്ട്. ഇതിപ്പോൾ ഞാൻ പെരുംജീരകവും
നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മുളക് പൊടി ആയാലും ആ എരിവ് കുറവുള്ളവർ ഇത്ര ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. അവരവരുടെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. ആ ഒരു ടേസ്റ്റിൽ നിൽക്കും, നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന പോലെ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയുടെ അളവും കൂട്ടാൻ കുറയ്ക്കാം. പിന്നെ നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ബീഫ് ഫ്രൈ ഒക്കെ ചെയ്ത് ബീഫ് ഫ്രൈയുടെ ആ ഒരു അടുത്ത് വരെ എത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ബീഫ് എന്ന് പറയുമ്പം വേറൊരു സാധനം, നമ്മൾ സോയ എന്ന് പറയുമ്പം അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ്. എങ്കിലും അതേ ബീഫ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതും കൂടെ അതിനകത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ഒരു സ്വല്പം വെള്ളം അതിനകത്ത് ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക. നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഞാനിത് ഫുള്ള് ഫ്രൈ ആക്കി വരുന്ന അത്രയും ചെയ്തിട്ടില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 2-3 വട്ടമായിട്ട് ഇളക്കി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് നമ്മളിപ്പം നോക്കാവേ. ഞാൻ ഉപ്പ് നോക്കിയപ്പം ഉപ്പ് പരുവത്തിനുണ്ട്. കാരണം ഞാൻ സവാളയിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ സോയ ചങ്ക്സ് തിളപ്പിക്കുന്ന സമയത്തും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പ് ഒരുപാട് ഇനി എനിക്ക് വേണ്ട. ഒരു സ്വല്പം ഞാൻ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പം നമ്മൾ ഇതും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് അത് അങ്ങനെ തീ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പരുവം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ ഇവിടെ സോയ ഫ്രൈ എനിക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേണ്ടേ നമ്മുടെ സോയ ഫ്രൈ ഞാനിവിടെ ഇത്രയും പരുവത്തിലെടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവിയും കാര്യങ്ങളും ഒന്നുമില്ല. ഗ്രേവി വേണമെങ്കിൽ നമ്മൾ ആ ഒരു പരുവാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി കുറേയും കൂടെ നമുക്ക് ഫ്രൈ ആക്കണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം കേട്ടോ. ഞാൻ നാണ്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റും രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ വലിയ സോയ എടുക്കുന്നതെങ്കിൽ തിളപ്പിച്ചിട്ട് പിഴിഞ്ഞ് വാരി അരിഞ്ഞെടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.